ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ അറ്റാക്കും ഡിഫൻസും ആയിട്ട് അതുപോലെ തന്നെ പുതിയൊരു പാക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ ചെയ്തത്, അർജന്റീനയാണ് എനിക്ക് എടുക്കണം എന്ന് തോന്നിയത് ഗൈസ്. പക്ഷേ കുറേ പേര് അല്ലാണ്ടൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും ബ്രോയിൻ്റെ അടുത്ത് മെസ്സി ഉണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഫ്രാൻസ് പാക്ക് എടുക്കുക, അതിൽ ഗ്രീസ്മാൻ ആകുമ്പോഴും മാനേജർക്ക് ആകുമ്പോൾ സെറ്റാണ്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു എന്തായാലും ഗ്രീസ്മാൻ എനിക്കില്ല ഗൈസ്, അത്രേ ഉള്ളൂ, 108 ഉള്ള പ്ലെയർ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, 1500 കോയിന് നമുക്ക് ഗ്രീസ്മാനെ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇറക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഞാൻ മാനേജറും ജസ്റ്റ് മാറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഫുള്ളൊരു സ്ക്വാഡ് ഒന്നുകൂടെ ചേഞ്ച് ആക്കി ഗൈസ്. നമ്മൾ ആദ്യം ക്വിക്ക് കൗണ്ടർ ഒക്കെ ആയിരുന്നു, ഇപ്പോൾ നമ്മൾ ലോങ് ബോൾ കൗണ്ടർ ഇട്ടിട്ടുണ്ട്. 4-3-3 തന്നെയാണ് ഫോർമേഷൻ. പിന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു മാറ്റം എത്തി. പിന്നെ ഗൈസ് എന്താ പറയുക, നമ്മൾ പരമാവധി ഇപ്പോൾ നമ്മൾ ജയിക്കാൻ കളിയായ പോലും ചിലപ്പോൾ ഡിഫൻസ് പൊട്ടിയിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഡിഫൻസും അറ്റാക്കും ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറില്ലായിരുന്നു, പക്ഷെ ഞാനത് എല്ലാം സെറ്റ് ചെയ്ത് മൊത്തത്തിലൊന്ന് മാറ്റം വരുത്തി മാച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോണ്ട് എത്തിയിട്ടുണ്ട്, ഫ്രാൻസ് ബാക്കാണ്, ചെക്കനും അതേ സെറ്റ് തന്നെ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. കൗണ്ടൊക്കെ ഉണ്ട്, ബെക്കംബറാണ് ക്യാപ്റ്റൻ, ഗ്രീസ്മാൻ ഉണ്ട്, മെസ്സി ഉണ്ട്, എംബാപ്പെ, നെയ്മർ, അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയാണ് അവരും ഇറക്കിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ വൈറ്റാണ്, അവർ ഫ്രാൻസിൻ്റെ അതേ ഇത് തന്നെ ഗൈസ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഏത് പാക്കാണ് എടുത്തത്, അതുപോലെ തന്നെ ആരെങ്കിലും പാക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗൈസ് ഇനി എനിക്ക് തോന്നുന്നു 28 ദിവസം, ഏകദേശം ഒരു മാസത്തോളം നമ്മളെന്തായാലും 2025 അപ്ഡേറ്റ് ആവുന്നതിന് മുമ്പ് അത്യാവശ്യം കുറച്ച് സമയം കൂടി ഉണ്ടാവും പാക്ക്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ട് എടുക്കുക. എന്തായാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഗ്രീസ്മാൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 2025 എനിക്ക് തോന്നുന്നു ഗൈസ് ഇതുപോലെ അത്യാവശ്യം നല്ലൊരു പാക്കുമായി എത്തുന്നുണ്ടോയെന്നും പറയാൻ പറ്റില്ല. കാരണം കൊനാമി അത്യാവശ്യം നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്, കാരണം നല്ല പ്ലേയേഴ്സ്, അതുപോലെ തന്നെ ഈ ഫുട്ബോൾ കോയിന് കുറേ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ, ഗ്രാഫിക്സ് അത്യാവശ്യം നല്ല സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. കാരണം എന്താ പറയുക, കൊനാമി ആയതുകൊണ്ട് എന്തായാലും ഒന്നുറപ്പാണ്, കുറേ കോയിനായാലും അതുപോലെ തന്നെ സെലിബ്രേഷൻസും കാര്യങ്ങളും എല്ലാം മാറ്റം വരുമെന്നൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം നല്ലതായിട്ട് ഗ്രാഫിക്സ് എല്ലാം കൂടും, അങ്ങനെയാണ് കുറേ എല്ലാവരും പറയുന്നത്, കുറച്ച് GB ഒക്കെ കൂടുമെന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും സെറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കും ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെറ്റാണ്, ഓപ്പോണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ചെക്കൻ എന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗൈസ് കുറേ പേര് പറഞ്ഞു നമ്മൾ ഈ എന്താ പറയുക ഇഞ്ചുറി ടൈമും അതുപോലെ തന്നെ കുറേ സബ് കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ആനിമേഷനൊക്കെ വ്യത്യാസം വരുത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നു കൊനാമി. എന്തായാലും നമുക്ക് കാണാം, വരുന്നുണ്ടല്ലോ ഗൈസ്, വരുമ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറിനെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. എന്തായാലും 2025 വരാൻ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സ്ക്വാഡിറ്റി ശരിക്കും ഗൈസ്. കുറച്ച് ഫ്രീ ട്രൈകളും പിന്നെ ഈ ഫുട്ബോൾ കോയിനൊക്കെ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാറ്റങ്ങളും വരട്ടെ എന്ന് നമ്മൾക്ക് വിചാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ സെറ്റാണ്. എന്തായാലും ഓപ്പോണന്റ് വരുന്നുണ്ട്, ചെക്കൻ മെല്ലെ മെല്ലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ സെറ്റാണ്. നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ചെറുതായിട്ട് കറങ്ങുവാണ്, വരട്ടെ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ഗ്രീസ്മാനും അതുപോലെ തന്നെ ഫുൾ ചേഞ്ചും വരുത്തിയിട്ടുണ്ട് നമ്മൾ ഗൈസ്. അപ്പോൾ രണ്ടുപേരുടെയും മാനേജർ ഒന്ന് തന്നെയാണ്. ഓക്കെ അപ്പോൾ എന്തായാലും അരുണാചൽ പ്രദേശ് FC ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും അറിയില്ല മാച്ച്. എന്തായാലും സെറ്റാണ്. നമുക്ക് ഡിഫൻസും അതുപോലെ തന്നെ അറ്റാക്കൊന്നും പൊട്ടാൻ ചാൻസ് ഇല്ല, അവർക്കാണ് ഫസ്റ്റ് ടച്ച് ഗൈസ്. ബെബേറ്റോ ടു മറഡോണ ടു കിട്ടിയിട്ടില്ല ഗൈസ്. മോട്രിച്ച് ടു ബെബേറ്റോ ഗൈസ് കിട്ടിയിട്ടുണ്ട്. മാർക്കിനസ് ടു വാൽവെർഡെ ഗൈസ്. കുറേ ആയിട്ടോ മറഡോണ, ഈ നമ്മുടെ ക്രോസ് വാൽവെർഡെ, നമ്മുടെ കിമിച്ച്. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഉപമേക്കാനോ ഓഫ് ഗൈസ്, കറക്റ്റ് പോയി, അവർ അടിച്ചു. കിമിച്ച് ഓക്കെ, കിമിച്ച് ടു കോസ്റ്റേട്ട് അടിച്ചു വിട്ടടാ മറഡോണ. ഓക്കെ എടുക്കുമോ? ഓക്കെ വാൽവെർഡെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഓക്കെ, ഒരു നല്ല ക്രോസ് കിട്ടിയില്ല ഗൈസ്. വിബിറ്റോ ഓക്കെ, നെയ്മർ ഗൈസ്, എടാ സ്കില്ല്. ഓക്കെ അവിടെ ഒരു പൂട്ട് കൂട്ടിയിട്ടുണ്ട്. കിമിച്ച് ടു ഗ്രീസ്മാൻ ടു മറഡോണ. ഓഫ് എൻ്റെ മോനെ, ഇതെന്താ സംഭവം? ഓഫ് കോസ്റ്റേട്ട ഒരു ഷോട്ട്, മറഡോണ. ഓക്കെ ഗൈസ് കുറേ ആയി നമ്മൾ മാർക്കിനസിനൊക്കെ ഇറക്കിയിട്ട്. ഓക്കെ നെയ്മർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെക്കംബാർ ഗൈസ്, ചെക്കന്മാരെ ഓടി എത്തുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ടതിന് ശേഷം പെട്ടെന്നാണ് കാര്യങ്ങൾ. മറഡോണ ഓക്കെ, വാൽവെർഡെ ഓക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ പോയി. മോട്രിച്ച്, നെയ്മർ ഓക്കെ, ബെക്കംബർ എടുത്തിട്ടുണ്ട് ഗൈസ്. ബെക്കംബർ ടു ബാക്കോട്ട് ഗ്രീസ്മാൻ. ഓക്കെ ഗ്രീസ്മാന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഇതിപ്പോൾ ഫുള്ള് മെസ്സി. കിമിച്ച് ഓക്കെ,
സനോമി കൗണ്ടേ മറഡോണ. എൻ്റെ മോനെ ഇത് ഫുൾ ഓടി, എന്തായാലും ചെക്കന്മാർ അവിടെ ഓടി എത്തുന്നതുകൊണ്ട് സീനില്ല. ഗ്രീസ്മാൻ ഓക്കെ. എടാ കൗണ്ടേ ടു മാർക്കിനസ് ടു ബെബേറ്റോ ടു ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം നെയ്മർ. ഓക്കെ. എൻ്റെ മോനെ സംഭവം ഇല്ലെങ്കിൽ എടാ പണി പാണിക്കല്ലേ വാൽവരുടെ. മോഡ്രിച്ച് ഓക്കെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഓക്കെ ജെറാർഡ് വാൽവരുടെ. ഓക്കെ തുറുപ്പാസ് മറഡോണ ബെക്കംബർ. ഇത് എന്തുവാ ഗൈസ് ഫുള്ളൊരു ജെറാർഡ് ടു വാൽവരുടെ ടു ജെറാർഡ് ടു മെസ്സി ടു ഗ്രീസ്മാൻ ടു നല്ലൊരു ചാൻസ്. എൻ്റെ പൊന്ന് ജെറാർഡ്. ഓക്കെ ഗ്രീസ്മാൻ. ഓക്കെ കിട്ടിയിട്ടുണ്ട് മെസ്സി. ഇറ്റ്സ് മെസ്സി. ഓ ഈ കൗണ്ട ഇവനൊക്കെ ഇവിടെ നിന്നാണ് കയറി വരുന്നത്. ബെക്കംബർ ഇത് കോസ്റ്റ് കട്ട കിമ്മിച്ച് മറഡോണ. എൻ്റെ അവൻ ഇതിപ്പോൾ ഫുള്ളൊരു മെസ്സി സ്ക്വാഡ് ഫുള്ളൊരു സീനാണല്ലോ. ബെക്കംബർ ഒക്കെ അടിച്ചു വിടുന്നുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ മെക്കാനോ ഓക്കെ ഫുള്ള് ഷോട്ട് ഓൺ. ഓക്കെ ഗോളിയിലേക്ക് ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആവാനേ എന്തായാലും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് ആയിട്ടാണ് നമ്മുടെ ഓപ്പോണ്ട് എത്തിയിരിക്കുന്നത്. ഗ്രീസ്മാൻ ടു ഓക്കെ. എൻ്റെ മോനെ എടാ ഇത് എന്തുവാണ് ഈ മറഡോണ. ഓക്കെ കിമിച്ച് ടു കോസ്റ്റോട്ട ടു ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാച്ച് ആയിരുന്നു. എന്തായാലും ഗ്രീസ്മാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നത്. ഷോട്ട് നോക്കുകയാണെങ്കിൽ അവർ 2 ഷോട്ട് അടിച്ചു, നമ്മൾ അടിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് സബ് ആരെ ഇറക്കണ്ടേ. ഗുണ്ടേഗനെ ഇറക്കി, അതുപോലെ തന്നെ എന്താ പറയുക ബെല്ലിംഗത്തിന് ഇറക്കി ഗൈസ്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മുടെ നെയ്മർ ഏതാണ് നല്ലൊരു പാക്ക് കേട്ടോ. കാരണം എൻ്റെ ഒരു കുറേ ഇപ്പം അത്യാവശ്യം ഒരു 5-6 നെയ്മർ എങ്ങാണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്കുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് 5-6 ഉണ്ട്, പക്ഷേ ഞാൻ ഇതിനെയാണ് കൂടുതൽ ഇറക്കാറ്. ഇതാണല്ലോ പുതിയതായിട്ട് വന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഗൈസ്. അപ്പോൾ സെറ്റാണ്. ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. മെസ്സി ടു ജെറാർഡ് ടു ഉണ്ടേവൻ കോസ്റ്റേട്ട ടു ബാക്കാണോ കോസ്റ്റേട്ട ടു ബെക്കംബർ ടു എടാ ബെബി ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുടുങ്ങിയില്ല കോസ്റ്റേട്ട. ഇപ്പോൾ പണിയായനെ ബെല്ലിംഗം ജെറാർഡ് ഉണ്ടേഗൻ ബാക്ക് ത്രൂ പാസ് കോസ്റ്റേട്ട ഗൈസ്. എനിക്ക് തോന്നുന്നത് ഗ്രീസ്മാൻ ഓക്കെ ഗുണ്ടേഗൻ ഓക്കെ നല്ലൊരു ചാൻസ് ആവട്ടെ. ഓക്കെ കിട്ടി. എടാ ഈ മോഡ്രിച്ച് എടാ ഈ നല്ലൊരു ചാൻസ് ആയിരുന്നു. അവിടെ ത്രൂ പാസ് കൊടുത്തത് കറക്റ്റ് ഇവൻ്റെ കയ്യിലേക്കും പോയി. ബെല്ലിംഗം ടു മറഡോണ ടു എൻ്റെ മോനെ. ഓക്കെ അപ്പോൾ ത്രൂ പാസ് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 54 മിനിറ്റ് ആയി. ഇതുവരെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വൈറ്റ് ജെറാർഡ് ടു ഓക്കെ വീണ്ടും വൈറ്റ്. ഓ ഹെർണാണ്ടസിനെ ഇറക്കിയിട്ടുണ്ടല്ലോ അല്ലേ. മാർക്കിനസ് ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളും സ്ക്വാഡ് എൻ്റെ മോനെ ഇത് ആരുടെ ഇതുവഴിയൊക്കെ വരുന്നുണ്ട്. നെയ്മർ എടുത്തിട്ടുണ്ട് വൈറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക നമ്മുടെ അറ്റാക്ക് ആൻഡ് ഡിഫൻസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കുറേ മാച്ചൊക്കെ ഇവർ ഓടി എടുത്തോളും. ജെറാർഡ് ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടേണ്ടതാണല്ലോ. എടോ മെസ്സി കൗണ്ടേ ഗ്രീസ്മാൻ എൻ്റെ മോനെ മോഡ്രിച്ച് എടാ കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗം ടു മറഡോണ. എടാ ഉപമേക്കാനോ അവിടെ ഒരാളുടെ നമുക്ക് ത്രൂ പാസ് കൊടുക്കുന്നു. കറക്റ്റായിട്ട് കയറും. ബെല്ലിംഗം ടു മറഡോണ. ഓക്കെ മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ ഓക്കെ ഗുണ്ടേഗൻ എൻ്റെ മോനെ മറഡോണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഹെഡ് എടാ ഗൈസ് കറക്റ്റ് ഒരു ഹെഡായിരുന്നു. അത് പോയല്ലോ. ഗൈസ് നല്ലൊരു നൈസ് ഷോട്ടായിരുന്നു. പക്ഷേ ഹെഡ് കയറുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ കയറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സബിലേക്ക് ഇറക്കാം. നെയ്മറിനെ നമുക്ക് ഇറക്കണോ? അതെ നെയ്മറിനെ നിൽക്കും ഗൈസ്. ഒന്ന് നോക്കി നോക്കാം. എംബാപ്പേനെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും മാച്ച്. എന്തായാലും സെക്കൻഡ് സെറ്റ് ആവുകയാണ്. നോക്കാം ഗൈസ്. അപ്പോൾ പറയുകയാണ് അത്യാവശ്യം എന്താ പറയുക, നമ്മളിപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ഈ റാങ്കിങ് കളി വരുമ്പോൾ കുറേ സ്ക്രിപ്റ്റിംഗ് വരുന്നുണ്ട്. അതേപടി ആവുന്നുണ്ട്. ഫുൾ എന്താ പറയുക അത്യാവശ്യം നല്ല ഓപ്പോണന്റുകൾ വരുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ എന്താ ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു മാച്ച് കളിച്ചു, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് പറ്റിയത്. നല്ലൊരു മാച്ചായിരുന്നു, നല്ലൊരു ഓപ്പോണന്റ് ആയിരുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും പറയുക നിങ്ങൾ ഏത് ഡിവിഷനിലാണ് നിൽക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഡിവിഷൻ്റെ റാങ്ക് എപ്പോഴാണ് ഏതാന്നൊക്കെ. ഓക്കെ ഗൈസ്. അപ്പം എന്തായാലും ഇനിയും പാക്കുകളൊക്കെ ആയിട്ട് വരട്ടെ. ഓക്കെ
കോയിൻ അതുപോലെ തന്നെ കൂടുതൽ ആഡ് ചെയ്യട്ടെ എന്തായാലും കൊണാമി, എന്നാലേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ പാക്കും മേടിച്ച് കോബൽ ടു കിട്ടുമെന്ന് തോന്നുന്നു. ഗുണ്ടേഗൻ ടു എംബാപ്പെ ടു നല്ലൊരു ചാൻസ്. കൗണ്ടേ കൈസ് അത് കിട്ടിയെന്ന് പൊളിച്ചാനെ. മാർക്കിനസ് ഓക്കെ. ഡിബ്രൂണി എടാ പണിയാവല്ലേ വൈറ്റ്. ഓക്കെ ഗ്രീസ്മാൻ. മെസ്സി ടു കിട്ടിയിട്ടുണ്ട്. ബെക്കംബർ കോസ്റ്റേട്ട ടു ഒരു ത്രൂ പാസ്. ഗൈസ് അപ്പോൾ ത്രോയിൻ പോയിട്ടുണ്ട് ഗ്രീസ്മാൻ. ഗൈസ് അപ്പോൾ എന്തായാലും വീണ്ടും ഒരു ത്രോ പോയിട്ടുണ്ട്. കോസ്റ്റേട്ട ഓക്കെ. ജെറാഡ് ടു ബെല്ലിംഗാം. ഓക്കെ ഡിബ്രൂണി. ഓക്കെ അത് കുറച്ച് കൂടിപ്പോയി വൈറ്റ്. ഓക്കെ ബാക്കൗട്ട് മാർക്കിനസ് ഷോട്ട് അടിച്ചുവിടാ കേട്ടോ എന്തായാലും നമ്മൾ. മറഡോണ ഓക്കെ എൻ്റെ മോനെ ജെറാഡ്. ഓക്കെ ഷോട്ട് അടിച്ചിട്ടുണ്ട് മറഡോണ. ഓക്കെ വൈറ്റ്. എടാ എന്തുവാടേ ഗൈസ് എടുത്ത് വരുന്നില്ല. ഓക്കെ ഗൈസ് അപ്പം നോക്കി നോക്കാം എന്തായാലും 80-ാം മിനിറ്റ് ആയി. ലാസ്റ്റ് സമയത്ത് എങ്ങാനും ഒരു അപ്രതീക്ഷിതമായ ഗോൾ വരാൻ ചാൻസ് ഉണ്ട്. യമാൻ അടിക്കുന്ന പോലെ. നെയ്മർ ടു ഓക്കെ കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ. മറഡോണ ഒരു ക്രോസ് അടിച്ച് കഴിഞ്ഞാൽ പൊളിക്കും. അത് ചെറുതായിപ്പോയി. ചെറിയ ക്രോസ് ആയിപ്പോയി കേട്ടോ ഗൈസ്. ഇതാ ഇവിടെ വീണ്ടും പണിയായി. ഇവിടെ മറഡോണ. ബിബിറ്റോ എന്റെ മോനെ ഷൂട്ട്. ഇപ്പൊ പണി വന്നേനാട്ടോ ഗുണ്ടകൻ. ഗൈസ് ഗോളില്ലാന്ന് ഇപ്പൊ നമുക്കൊരു പണി കിട്ടിയാലേ. എന്റെ മോനെ ഷോട്ട് ടേക്കൺ. നെയ്മർ കിട്ടിയ ചാൻസ് മുതലാക്കി അടിച്ചു. ഗൈസ് അപ്പോൾ എന്തായാലും ഫുൾ ടൈം ആവാൻ പോവാണ് മറഡോണ. ഓക്കെ വൈറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ഓക്കെ. ജെറാഡ് ഗൈസ് വീണ്ടും നല്ലൊരു ചാൻസ്. ബെല്ലിംഗാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ മാച്ചും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കണം അരുണാചൽ പ്രദേശ് FC. ഓക്കെ പുതിയൊരു ഇതുവരെ വരാത്തൊരു ഒപ്പമുണ്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ച് അടിപൊളിയായിരുന്നു. ആർക്കും ജയിക്കാനായില്ല. 0-0 ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റാറ്റിയൊക്കെ പൊളിച്ചു. ഡിഫൻസ് അറ്റാക്കൊക്കെ ഏറ്റിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ് ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.